നമസ്കാരം, ഞാൻ വിനോദ് ഗീതാഞ്ജലി. വീണ്ടും എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രുതി എന്നാൽ മാതാവ്, ലയം എന്നാൽ പിതാവ്. ശ്രുതി മാതാ ലയം പിതാ എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രുതിയാണ്. നമ്മൾ ഒരു ശ്രുതിയിലെ ഇപ്പം ശ്രുതിയിൽ പാടുമ്പോഴെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഇമ്പവും ഭംഗിയും എല്ലാം ഉണ്ടാവും. ഇപ്പം നമ്മുടെ കർണാടക സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, കർശനമായിട്ടുള്ള അതൊന്നും ഇല്ലാത്തൊരു സംഗീതമാണ് കർണാടക സംഗീതം. പക്ഷേ ഒരുപാട് ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ശ്രുതി എന്ന് വെച്ചാൽ അത് ഒരു മെയിലോ ഫീമെയിലോ അല്ലെങ്കിൽ ഒരു ഗായകനോ ഗായികയോ സംബന്ധിച്ചിടത്തോളം ശ്രുതി ഒരിക്കലും ഒരു ഇന്ന ശ്രുതിയിൽ പാടണം, ഒരു കർക്കശ ബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനം ഇല്ല ഇതിന്. ഈ ശ്രുതിയിൽ പാടണം, ആ ശ്രുതിയിൽ പാടണം എന്നൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ശാരീരം, നമ്മളുടെ വോക്കൽ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളുടെ തൊണ്ട 3 സ്ഥായികളും അനായാസേന സഞ്ചരിക്കാം എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് ശ്രുതിയും സെലക്ട് ചെയ്യാം. ഒരു മുഴുനീള ഒരു 3 മണിക്കൂർ പാടാൻ പോലും അത് നമുക്ക് പറ്റും. സ്ട്രെയിൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം പാടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അനായാസേന സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ ഒത്തിരി നേരം നമുക്ക് പാടാൻ പറ്റും, കൃത്യമായിട്ടുള്ള ആലാപനം കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ ഈ ശ്രുതിയെ സംബന്ധിച്ച് ഇപ്പോൾ പറയാം. കരുണை கடலே கடைக்கண் ഗണപതിയേ അരുൾ നിധിയേ വந்தருள் കരുണை கடலே கடைக்கண் ഗണപതിയേ അരുൾ നിധിയേ വந்தருள் കരുണை கடலே கடைக்கண் ഗണപതിയേ അരുൾ നീതിയേ വந்தருள் കരുണை கடலே கடைக்கண் ഇതിപ്പോൾ സി ശ്രുതിക്കാണ് പാടിയത്. ഇനി ഇത് ബി ശ്രുതിയാണ്. കരുണை கடலே கடைக்கண் ഗണപതിയേ അരുൾ നിധിയേ വந்தருள் കരുണை கடலே கடைக்கண் ഗണപതിയേ അരുൾ നീതിയേ വந்தருள் കരുണை கடலே கடைக்கண் അപ്പം ശ്രുതി സ്റ്റേബിൾ ആയിരിക്കണം, ഇന്ന് ഒരു ശ്രുതിയിൽ തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത് ഒരു കച്ചേരി ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിൻ്റെ സിക്കാണെങ്കിൽ നമ്മൾ സി ഷാർപ്പിന് 1.5 കെട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു വര വരച്ചിട്ട് വരയിൽ കയറി ഒന്ന് ചാടുന്ന ദൂരവും പുറകിലോട്ട് 2 സ്റ്റെപ്പ് മാറി നിന്നിട്ട് ചാടുന്ന ദൂരവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിന് രാക്കം കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രുതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഹാർമോണിയത്തിന് സി ടു സി, ഷഡ്ജം ടു ഷഡ്ജം, ആദ്യത്തെ വെള്ളക്കെട്ട് മുതൽ 8ാമത്തെ വെള്ളക്കെട്ട് വരെ എന്ന് വെച്ചാൽ ഒരു ഒക്ടേവ് എന്നാണ് പറയുന്നത്. 8 എണ്ണത്തിൻ്റെ ഒരു കൂട്ടം, അതാണ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർമോണിയത്തെ സംബന്ധിച്ചിടത്തോളം 3 ഒക്ടേവ്സാണ് ആകെ ഹാർമോണിയത്തിനുള്ളത്. കീബോർഡിൽ 5 കാണും, 5 ഉണ്ടാവും, 7 ഒക്ടേവ്സ് വരെയുള്ള കീബോർഡുകളുണ്ടാവും. അപ്പം ഇതിൽ നമ്മൾ സ രി ഗ മ പ ധ നി സ
സരിഗമപധനിസ എന്നുള്ളത് നമ്മൾ വെസ്റ്റേൺ നോട്ട്സിൽ വരുമ്പോൾ സി ഡി ഇ എഫ് ജി എ ബി സി. സി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഘട്ട ശ്രുതിയാണ്. സി ഒരു ഘട്ട ശ്രുതി, സി ഡി 2 ഘട്ട ശ്രുതി, ഇ 3 ഘട്ട ശ്രുതി, എഫ് 4 ഘട്ട, ജി 5 ഘട്ട, എ 6 ഘട്ട, ബി 7 ഘട്ട. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് തന്നെ എല്ലാത്തിനും ഹാഫ് നോട്ട്സ് ഉണ്ട്. ഇതിൽ എ സി ഡി ഇ എഫ്. സി ഷാർപ്പ് എന്ന് വെച്ചാൽ 1.5, ഡി ഷാർപ്പ് 2.5 ഘട്ട ശ്രുതി, ഇ ഷാർപ്പില്ല, ഇക്ക് ഫ്ലാറ്റാണ് എന്ന് വെച്ചാൽ സ്മോൾ നോട്ട്, ഹാഫ് നോട്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ വേർതിരിവുണ്ട് ഇതിൽ ശ്രുതിയിൽ. അപ്പോൾ ശ്രുതി ശുദ്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നമ്മൾക്ക് നമ്മുടെ ഒരു തൊണ്ടയ്ക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യേണ്ട രീതികളെന്ന് വെച്ചാൽ ശരിയായ നിർദ്ദേശം ഇല്ലാതെ, നല്ലൊരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. രാവിലേക്ക് എഴുന്നേറ്റ് സരസ്വതി യാമത്തിൽ നന്നായിട്ട് ആദ്യം ഒരു വോക്കൽ എക്സർസൈസ്, ഒരു ആലാപം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ സ്വരസ്ഥാനങ്ങൾ കൊണ്ട് ഒരു വാമപ്പ് ചെയ്യുക. ചെന്ന് ഉടനെ ഇരുന്ന് ഉടനെ തന്നെ നമ്മൾ വരിശകളൊക്കെ എടുത്ത് അകാര ഇകാര ഉകാര ഇതിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ വോയിസ് അടഞ്ഞു പോകാൻ സാധ്യതയാണ്. അപ്പം അത് കാരണം വോയിസ് വാമപ്പ് ചെയ്ത് എന്തെങ്കിലും ആലാപം ചെയ്താൽ മതി. എന്തെങ്കിലും നിശ്ചിതമായിട്ടുള്ള സ്വരങ്ങളിലൂടെയുള്ള സഞ്ചരിച്ച് ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് നല്ല കർക്കശമായിട്ടുള്ള രീതിയിൽ വർണ്ണങ്ങളോ രാഗങ്ങളോ അല്ലെങ്കിൽ വരിശകളെടുത്ത് അത് അകാര ഇകാര ഇൾക്കാര ഉംകാര ഒകാര ശബ്ദങ്ങളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുക. സ്വരസ്ഥാനങ്ങൾ നന്നായിട്ട് ഉറക്കുകയും ചെയ്യും. നമ്മളുടെ ഗമകങ്ങളും സംഗതികൾ ഡൈനാമിക്സുകളും എല്ലാം നമ്മളുടെ തൊണ്ടയിൽ അനായാസന വരുന്നതിന് ഇത് ഉപകരിക്കും. അപ്പം എൻ്റെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നുള്ള ഒരു വിശ്വാസത്തെ ഇനി അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതാണ്, അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.